നടിയായിട്ടുള്ള മായ വിശ്വനാഥ് ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റായിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻ്റർവ്യൂവിൽ ഈ ഒരു ഗണേഷ് കുമാറിനെതിരെ കുറേയധികം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. തനിക്കുണ്ടെങ്കിൽ ഈ ഒരു ഗണേഷ് കുമാറിനെ ഇപ്പോൾ തീരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, അതിനുള്ള കാരണങ്ങളടക്കം അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു മായ വിശ്വനാഥ് കുറേയധികം ഇൻ്റർവ്യൂസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അമ്മയിലെ കുറേയധികം കാര്യങ്ങളും ഈ ഒരു ഇൻ്റർവ്യൂവിലും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇത് കണക്ക് ഈ ഒരു ഗണേഷ് കുമാറിനെതിരെ തനിക്കെതിരെ ഗണേഷ് കുമാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അതെന്തൊക്കെയാണ് ആ ഒരു ഇൻ്റർവ്യൂവിൽ ഈ ഒരു മായ വിശ്വനാഥ് ഗണേഷിനെതിരെ സംസാരിച്ച് എന്നുള്ളൊരു കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പും ചെയ്തേക്കുക. സോ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. മായ വിശ്വനാഥ് ഉണ്ടെങ്കിൽ കുറച്ച് നാളുകളായിട്ട് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇൻ്റർവ്യൂസിലൊക്കെ ഈ ഒരു അമ്മയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സംസാരിക്കുന്നതിനിടയിലാണ് ഗണേഷ് കുമാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ട് പറയാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ, ഞാനുണ്ടെങ്കിൽ ഈ ഒരു ഗണേഷ് കുമാറുമായിട്ടൊക്കെ നല്ല ഒരു സൗഹൃദവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ അച്ഛനും ഈ ഒരു ഗണേഷ് കുമാറിൻ്റെ അച്ഛനൊക്കെ നല്ല രീതിയിൽ അറിയാവുന്നതാണ്. അവരൊക്കെ ഒരേ പാർട്ടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നതാണ്. എൻ്റെ അച്ഛാന്ന് തന്നെയാണ് വിളിച്ച ഈ ഒരു വ്യക്തി. എന്നിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിയുടെ കുട്ടികളുടെ കല്യാണമൊക്കെ നടന്ന ആ ഒരു സമയത്താണ്, മക്കളുടെ കല്യാണമാണ്, ആ മക്കളായിരുന്നു, അവരെ കല്യാണമാണ്. അതിൽ ഇതേ കണക്ക് ഈ ഒരു ഗണേഷ് കുമാറൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പങ്കെടുത്ത് കഴിഞ്ഞതിന് ശേഷമൊക്കെ ഒരു ദിവസം ഇതേ കണക്ക് ഈ ഗണേഷ് കുമാർ എന്നെ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് ഇതേ കണക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട് ഇതേ കണക്ക് കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് നീ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് കുട്ടികളടുത്ത്, നിൻ്റെ ചേച്ചിയുടെ കുട്ടികളടുത്തൊക്കെ പെരുമാറുന്ന രീതി കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടപ്പം അവ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഉണ്ടെങ്കിൽ ആ കുട്ടികളെ വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു സംസാരം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഗണേഷ് കുമാറും ഇതേ കണക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, നീ അപ്പം ഇങ്ങനെ കുട്ടികളുമായിട്ടൊക്കെ ആണല്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടത് തനിക്ക് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ വിഷമം ഉണ്ടാക്കിയെന്ന്, ഞാനുണ്ടെങ്കിൽ തിരിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടാണ് സംസാരിച്ചതെന്നുള്ളൊരു കാര്യം കൂടിയാണ് ഈ ഒരു മായ വിശ്വനാഥ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മായ പറഞ്ഞൊരു കാര്യം, ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെയാണ് എൻ്റെ ചേച്ചി പ്രസവിക്കുന്നത്. അവരെ ഞാൻ എൻ്റെ കയ്യിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. എനിക്ക് എൻ്റെ മക്കളെ പോലെയാണ്. അതും സ്വന്തം ചേച്ചിയുടെ മക്കളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നു. എനിക്ക് അവരോട് അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതേ കണക്ക് ഞാനുണ്ടെങ്കിൽ കല്യാണത്തിന് അവരിങ്ങനെ തൊട്ട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ ഉടനെ തന്നെ ഞാനിങ്ങനെ അവരെ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഏതോ ഒരു ഫ്രണ്ട് ഗണേഷ് കുമാറിൻ്റെ അടുത്ത് പറയുമ്പം, എന്നെ പണ്ട് തൊട്ട് അറിയാമെന്ന് ഈ ഒരു ഗണേഷ് കുമാറിനും പറയാം, ഇതേ കണക്ക് ഞങ്ങൾക്കറിയാം അങ്ങനെയൊന്നും അല്ല എന്നുള്ള രീതിയിൽ. അതിന് പകരം അത് ഏറ്റുപിടിച്ച് എൻ്റെ അടുത്ത് വന്ന് ഇതേ കണക്ക് സംസാരിക്കാൻ അയാൾക്ക് എങ്ങനെ തോന്നി എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ തിരിച്ചും ഇതേ കണക്ക് എന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം തനിക്ക് തൻ്റെ പെങ്ങളുടെ കുട്ടികളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ പുറത്ത് വിടാറുണ്ടല്ലോ, ആ സമയത്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലാണോ തോന്നാറുള്ളത്? അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഭാര്യ ഉണ്ടെങ്കിൽ ആദ്യത്തെ ഭാര്യയിലുണ്ടായ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഫോട്ടോസൊക്കെ പുറത്ത് വരുന്നുണ്ടല്ലോ, അപ്പം അതിലൊക്കെ നിങ്ങളുടെ ആ ഒരു ഭാര്യയ്ക്ക് അങ്ങനെയാണോ തോന്നുന്നത് എന്നുള്ള രീതിയിൽ ഞാനുണ്ടെങ്കിൽ തിരിച്ച് എൻ്റെ അടുത്ത് എങ്ങനെയാണോ പറഞ്ഞ അതേ രീതിയിലുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടതും ഈ ഒരു ഗണേഷ് ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട്, നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തിരിച്ച് പറഞ്ഞു, നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതേ കണക്ക് പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ചോര പൊടിയും, എനിക്കാണെങ്കിൽ അത് ടൊമാറ്റോ സോസാണോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം എനിക്ക് ഈ ഒരു ഗണേഷ് കുമാറിനെ തീരെ ഇഷ്ടമില്ലായിരുന്നു. അതും ഇങ്ങനെ പറയാൻ എങ്ങനെ തോന്നി എന്നുള്ളതാണ് എനിക്ക് ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ ഒരു കമ്മിറ്റിയൊക്കെ പുതിയതായിട്ട് അമ്മയിൽ രൂപീകരിക്കുന്ന സമയത്ത് കുറേയധികം പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗണേഷ് കുമാറിനെ കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ. ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട് അത് പറ്റില്ല എന്നുള്ള രീതി. കാരണം ഈ ഒരു കമ്മിറ്റിയിൽ കൊണ്ടുവരുന്ന സമയത്ത് കേസൊന്നും ഇല്ലാത്ത ആൾക്കാരെ വേണം കൊണ്ടുവരാൻ. പക്ഷേ ഗണേഷ് കുമാറിനെതിരെയും കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞപ്പോൾ അവിടെയുള്ള മറ്റു ചിലരുണ്ടെങ്കിൽ അത് നീ അങ്ങനെ അഭിപ്രായം പറയണ്ട പോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് മറുപടിയായിട്ട്, നിങ്ങളാണോ ഇവിടുത്തെ ഇതിന് ജോയിനൊക്കെ ചെയ്തതിനൊക്കെയുള്ള പൈസ കൊടുത്തതല്ലല്ലോ, നിങ്ങളുടെ പൈസയ്ക്കാണ് ഞാൻ വന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ എന്നൊക്കെ പറയാം. എനിക്ക് എൻ്റെ അഭിപ്രായം എവിടെ വേണമെങ്കിലും ഞാൻ പറയും. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് പറയാനുള്ളത് എവിടെയും പറയും എന്നുള്ള രീതിയിൽ മായ വിശ്വനാഥ് ആ ഒരു അമ്മ കമ്മിറ്റിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു
ഈ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ട് ഗണേഷ് കുമാറിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗണേഷ് കുമാർ ഉണ്ടെങ്കിൽ ജയിക്കത്തില്ല എന്നത് തനിക്കറിയായിരുന്നു. പക്ഷേ എന്നിരുന്നിട്ട് പോലും ഈ ഒരു സംഭവങ്ങളൊക്കെ സംഭവിച്ചതിന് ശേഷം തന്നെ ഉണ്ടെങ്കിൽ ഈ ഒരു ഇലക്ഷൻ്റെ പ്രചരണത്തിന് വിളിച്ചു എന്നുള്ള രീതിയിൽ ഈ ഒരു മായ പറയുന്നുണ്ടായിരുന്നു. ഞാൻ വരത്തില്ല എന്ന് ഗണേശൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതൊക്കെ കൊണ്ട് തന്നെ ഗണേശ് എന്ന് പറഞ്ഞൊരു വ്യക്തി വളരെ മോശമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നേതാവെന്നും പറയാൻ പറ്റില്ല, നല്ല വ്യക്തിയൊന്നും പറയാൻ പറ്റത്തില്ല എന്നാണ് മായ ഉണ്ടെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.